വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെയായിട്ട് ഞാനൊരു അനൗൺസ്മെന്റ് പറയട്ടെ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ക്ലാസ് എന്താണ് അല്ലേ. ഓക്കെ, यात्रीगण कृपया ध्यान दें. गाड़ी नंबर 1280 केरला से नई दिल्ली जाने वाली केरला एक्सप्रेस प्लेटफॉर्म क्रमांक 4 पर थोड़ी ही देर में आ रही है. മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, ഇത് അവരുടെ ഒരു ടൂണിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മുഴങ്ങി മുഴങ്ങി കേൾക്കുന്നതാണ് അല്ലേ. ഇത് വേറെ ഒന്നും പറയുന്നില്ല. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ്? യാത്രികൾ, നമുക്ക് അറിയാം, അർത്ഥമൊക്കെ നമുക്കറിയാം അല്ലെ. യാത്രികൾ കൃപയ ധ്യാൻ ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കൂ. ഗാഡി നമ്പർ, ട്രെയിൻ നമ്പർ പറയുന്നു അല്ലെ. പിന്നെ കേരള സേ നൈ ദില്ലി ജാനേ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സേ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും നൈ ദില്ലി ജാനേ വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലോട്ട് പോകുന്ന അല്ലെ. ജാനേ വാലി കേരള എക്സ്പ്രസ്. ഏതാണോ വണ്ടി, ഏതാണോ ട്രെയിനിന്റെ പേര് അത് പറയുന്നു. തൊടി ഹി ദേർമേ എവിടെയാ വരുന്നത്? പ്ലാറ്റ്ഫോം ക്രമാങ്ക്. ക്രമാങ്ക് എന്ന് പറഞ്ഞാൽ സീരിയൽ നമ്പർ ആണ്. പ്ലാറ്റ്ഫോം ക്രമാങ്ക് 4 पर 4. ഓക്കെ, തൊടി ഹി ദേർമേ ആ രഹി ഹെ, ഇപ്പൊ തന്നെ എത്തും കുറച്ച് നേരത്തിനുള്ളിൽ എന്നുള്ളതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാം, അനൗൺസ്മെന്റ് എല്ലാവർക്കും അറിയാം. അതിപ്പോ ഇംഗ്ലീഷിലും കൂടി അനൗൺസ് ചെയ്യുന്നതാണ് അല്ലേ. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇതൊന്നുമല്ല. നമ്മളിപ്പോ എന്താ പറയുന്നത്, കേരളത്തിന് പുറത്ത് ഒരുപാട് മലയാളികളുണ്ട് അല്ലെ. ഹിന്ദി അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. അപ്പൊ അറിയാത്തവർക്കായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നവർക്കായിട്ട്, ഒന്ന് കറങ്ങിയടിക്കാനൊക്കെ പോകുന്നവർക്കായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കേണ്ട കുറച്ച് വാക്യങ്ങളാണ് കേട്ടോ. കുറച്ച് നല്ല നല്ല സെന്റൻസുകളാണ് നമുക്ക് എങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ദില്ലിയിലാണ്. ഓക്കെ, ദില്ലിയിൽ പോയി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോയി. നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ആരുമില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാൻ കൂടെ, അതല്ലാതെ നമുക്ക് ഗൈഡായിട്ടൊന്നും ആരുമില്ല. അവിടെ നമ്മൾ തന്നെ ഒന്ന് കറങ്ങി അടിക്കാൻ പോയതാ. അപ്പൊ നമ്മൾ അവിടെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് താജ്മഹൽ കാണാൻ പോകണം അല്ലെ. ആഗ്ര. ആദ്യം തന്നെ നമ്മൾ ദില്ലിയിൽ പോയിട്ട് ഇറങ്ങി, അല്ലാതെ ആഗ്രയിലല്ല. അപ്പൊ നമുക്കിനി ആഗ്രയിൽ പോകണം. അപ്പൊ അവിടുന്ന് നമ്മളൊരു ടാക്സി എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓട്ടോ, എങ്ങനെയായാലും. അപ്പൊ എങ്ങനെയാണ് ചോദിക്കട്ടെ? മുझे റെയിൽവേ സ്റ്റേഷൻ ജാനാ ഹെ അല്ലെ. അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മൾ ടാക്സി കൈ കാണിച്ചു. അപ്പൊ നമ്മൾ പറയാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പൊ എങ്ങനെയാ പറയാ? മുझे റെയിൽവേ സ്റ്റേഷൻ ജാനാ ഹെ, അങ്ങനെ പറയാം കേട്ടോ. അപ്പൊ ടാക്സി ആയാലും ഓട്ടോ ആയാലും അല്ലെ, അവര് ചോദിക്കുകയാണ് നമ്മളോട്, അപ്പൊ കഹാൻ ജാനാ ഹെ, താങ്കൾക്ക് എവിടേക്ക് പോകണം, അങ്ങനെയും ചോദിക്കുക അല്ലെ. നമ്മളിപ്പോ ഓട്ടോയിൽ കൈ കാണിച്ചു, നമ്മൾ അങ്ങോട്ട് പറയാം, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് ചോദിക്കുക അല്ലെ. അപ്പോ കഹാൻ ജാനാ ഹെ, താങ്കൾക്ക് എവിടേക്ക് പോകണം? മുझे റെയിൽവേ സ്റ്റേഷൻ ജാനാ ഹെ. ഓക്കെ, അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പൊ എന്ത് ചെയ്യും? പൈസ കൊടുക്കും അല്ലെ. കിത്തന പോവാ, എത്രയായി നോർമലി. അപ്പൊ ആള് പറയും 100 റുപ്പി അല്ലെങ്കിൽ 150, 100, 150, 200. ഇതൊക്കെ നമ്മൾ ഓരോരോ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. 100 എന്ന് പറഞ്ഞാൽ 100. അതൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലും പറയും, മനസ്സിലായില്ലെങ്കിൽ അവർ 100 എന്നൊക്കെ പറയില്ലേ. 150 എന്ന് പറഞ്ഞാൽ 150, 200 എന്ന് പറഞ്ഞാൽ 200, 250 എന്ന് പറഞ്ഞാൽ 250. പിന്നെ അങ്ങോട്ട് 300, 350, 400, 450 അങ്ങനെയായിട്ട് റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് റേറ്റുകളുടെയൊക്കെ ക്ലാസ്, സംഖ്യകളുടെയൊക്കെ ക്ലാസ് ആയിട്ട് ഞാൻ വേറെ ഇട്ടോളാം. ഇപ്പൊ ഇങ്ങനെ പറയാം. അപ്പൊ നമുക്ക് 100 റുപ്പീസ് വാങ്ങിയെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. അവിടെ ചെന്നിട്ട് നമുക്ക് എന്ത് വേണം? ടിക്കറ്റ് എടുക്കണം അല്ലെ. ടിക്കറ്റ് റിസർവേഷൻ ഒന്നുമല്ല, നമ്മൾ ഡയറക്റ്റ് ചെല്ലുന്നു, അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കുക എങ്ങനെ? കൗണ്ടർ എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ എന്താ ചോദിക്കുക? ടിക്കറ്റ് കൗണ്ടർ കഹാ ഹെ. ആരോടെങ്കിലും ചോദിക്കുകയാണ്, കൗണ്ടർ കഹാ ഹെ, ടിക്കറ്റ് കൗണ്ടർ കഹാ ഹെ, അല്ലെങ്കിൽ എൻക്വയറി കഹാ ഹെ. അത്രേ ഉള്ളൂ. കഹാ ഹെ എന്ന് നമ്മൾ ചേർക്കുന്നേ ഉള്ളൂ കേട്ടോ. എവിടെയാണ്. അപ്പൊ അവിടെ ചെന്നു. അല്ലെങ്കിൽ ആള് പറയാണ് ആകെ ഹെ. ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലാണ്, അല്ലെങ്കിൽ സീതേ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകും എന്നായിരിക്കാം. ചിലപ്പോ കൈകൊണ്ട് കാണിച്ചിട്ട് പറയും വഹാ ഹെ, അവിടെയാണ്, അല്ലെങ്കിൽ ഉദർ ഹെ, അവിടെയാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മലയാളം വാക്കുകൾ കേട്ടോ. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വഹാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ്? അവിടെയാണ്, അല്ലെങ്കിൽ ഉദർ ഹെ എന്ന് പറഞ്ഞാൽ അവിടെയാണ്. അതല്ലെങ്കിൽ സീതേ ജാവോ എന്ന് ഉദ്ദേശിക്കുന്നത് സീതേ, നേരെ. ആകെ ജാവോ എന്ന് പറഞ്ഞാലും മുന്നോട്ട് പോകുന്നതാണ്. ആകെ ജാവോ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പറയാം. ചിലപ്പോൾ അടുത്ത് തന്നെയായിരിക്കും കാണിച്ചു തരും അല്ലെ. ശരി,
ഇനി ടിക്കറ്റ് കൗണ്ടറിലെത്തി. നമ്മളപ്പോൾ എന്ത് ചോദിക്കുക, സാറിനോട് ചോദിക്കുകയാണ്, സർ ആഗ്രയിലോട്ട് പോകേണ്ട ട്രെയിൻ എത്ര മണിക്കാണ്? അപ്പം എങ്ങനെയാണ് ചോദിക്കുക? ആഗ്രയിലോട്ട് പോകേണ്ട ട്രെയിൻ, നിങ്ങൾക്ക് എവിടേക്കാണോ പോകേണ്ടത് അത് ചോദിക്കുക കേട്ടോ. എങ്ങനെയാണ് ചോദിക്കുക? സർ ആഗ്ര ജാനെ വാലി ട്രെയിൻ കിത്തനെ ബജേ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രയിലോട്ട് പോകേണ്ട ട്രെയിൻ എത്ര മണിക്കാണ്? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ സാർ എന്ത് പറയും? 4 ബജേ ഹേ. അപ്പോൾ 4 മണിക്കാണെങ്കിൽ 4 ബജേ ഹേ, അല്ലെങ്കിൽ 5 ബജേ ഹേ. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയാ? മുझे ആഗ്ര के लिए एक टिकट दीजिए. 1 2 कितना, എത്രയാണോ അത്ര. मुझे ആഗ്ര के लिए एक टिकट दीजिए. അപ്പോൾ ടിക്കറ്റ് വാങ്ങി നമ്മൾ പൈസ കൊടുത്തു. ഇനി എന്താ നമുക്ക് ചോദിക്കണ്ടേ? ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരണേന്ന് അല്ലേ? അത് ഇനി ചോദിക്കുക, സർ ട്രെയിൻ കിസ് പ്ലാറ്റ്ഫോം पर आएगी. അപ്പോൾ അദ്ദേഹം പറയും അല്ലേ, പ്ലാറ്റ്ഫോം നമ്പർ 4 पर आएगी. പ്ലാറ്റ്ഫോം നമ്പർ 4 पर അല്ലെങ്കിൽ 3, അത് ഏതാണ് പ്ലാറ്റ്ഫോം എന്നെങ്കിൽ അത് പറയും. ഓക്കെ. ഇനി നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു, കുറേ നേരം നോക്കിയിരുന്നു, ട്രെയിൻ ടൈമിൽ വന്നില്ല. അപ്പോൾ നമുക്ക് ടെൻഷനായി, ട്രെയിൻ പോയോ അല്ലെങ്കിൽ എന്താ, നമുക്കൊരു ടെൻഷനായി. അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നത് എന്തെന്ന്, ട്രെയിൻ ആഗ്ര പോകുന്ന ട്രെയിന് എപ്പോഴാണ് വരുന്നത്? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ആഗ്ര ജാനെ വാലി ട്രെയിൻ കബ് ആയേഗി. ആഗ്ര ജാനെ വാലി ട്രെയിൻ കബ് ആയേഗി. മനസ്സിലായോ? അപ്പോൾ ആള് പറയാണ് ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ഹെ. ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് 15 മിനിറ്റ് 15 എന്ന് പറഞ്ഞാൽ 15 കേട്ടോ. ട്രെയിൻ 15 മിനിറ്റ് ലേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സമാധാനമായല്ലേ, ലേറ്റ് ആയതുകൊണ്ടാണ് ട്രെയിൻ കാണാത്തത്. ഓക്കെ. അങ്ങനെ നമ്മൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരാൾ വന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, നോർമലി ചോദിക്കുമല്ലോ, താങ്കൾ എവിടേക്കാണ് പോകുന്നതെന്ന്. ഇനി ചോദിക്കുക, ആപ് കഹാൻ ജാ രഹേ അല്ലെങ്കിൽ ആപ്കോ കഹാൻ ജാനാ ഹൈ. അപ്പോൾ പറയാ എന്താ, മുझे ആപ്കോ കഹാൻ ജാനാ ഹൈ, താങ്കൾക്ക് എവിടേക്ക് പോകണം? ഓക്കെ. മുझे ആഗ്ര ജാനാ ഹൈ, എനിക്ക് ആഗ്രയിലോട്ട് പോകണം. അപ്പോൾ അദ്ദേഹം പറയണ എന്തെന്ന്, മുझे भी ആഗ്ര ജാനാ ഹൈ അല്ലെങ്കിൽ മേ ബി എന്ന് വെച്ചാൽ എനിക്കും കൂടി അങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ. മുझे भी ആഗ്ര ജാനാ ഹൈ. അപ്പോൾ ഒരാളെ സംസാരിക്കാൻ കിട്ടിയില്ലേ, ഹിന്ദി സംസാരിക്കാൻ കിട്ടിയതാണ്. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ വിടരുത്. എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ ആ ഒരു ജേർണി കഴിയുമ്പോഴത്തേക്കും ഹിന്ദി പഠിച്ചെടുക്കാൻ ശ്രമിക്കണം. നിങ്ങളിൽ പലരും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ആ ഒരു ഉള്ളിലുള്ള എന്താ പറയുക, ഒരു ഷെയിമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരാളെ കിട്ടാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം മതി. വേറെ ഒരു ക്ലാസ്സും വേണ്ട, ഒരു കോഴ്സും വേണ്ട. ഇതൊന്നും ജസ്റ്റ് കേട്ടൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അവരിൽ നിന്ന് പഠിച്ചോളും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെ നിർത്തിയേ? ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കയറി. ഓക്കെ. ട്രെയിനിൽ കയറി. ഇനിയിപ്പോൾ ട്രെയിനിൽ കയറി. അപ്പോൾ നമ്മൾ എന്താണ്, ട്രെയിനിൽ നമ്മൾ സീറ്റിൽ വന്നിരുന്നു. TTR വരികയാണ്. TTR എന്താ ചോദിക്കുക? ടിക്കറ്റ്. आपका ടിക്കറ്റ് ദിക്കായി. ടിക്കറ്റ് ദിക്കായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിക്കും. ഇനിയിപ്പോൾ ചോദിക്കുകയാണ്, താങ്കളുടെ സീറ്റ് നമ്പർ എത്രയാണ്? എങ്ങനെ ചോദിക്കുക? आपका സീറ്റ് നമ്പർ കോൺസാ ഹെ അല്ലെങ്കിൽ സീറ്റ് നമ്പർ ക്യാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് നമ്പർ ഏതാണ്? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സീറ്റ് നമ്പർ പറഞ്ഞു. TTR ചെക്ക് ചെയ്തു. നമ്മൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, നമ്മളിങ്ങനെ ചുമ്മാ അടുത്തുള്ള ആളെ എന്തെങ്കിലും ചിരിക്കുന്നുണ്ടാവുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടാവുക അല്ലേ? നമ്മൾ തലാട്ടി എല്ലാത്തിനും ആക്സെപ്റ്റ് ചെയ്തു. അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് ഹിന്ദി അറിയില്ല. ഓക്കെ. അത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറയേണ്ട ഒരു കാര്യമാണ് എന്തെന്ന്, ഇത് ഏത് സ്റ്റേഷനാണെന്ന് ചോദ്യം. ഇന്നത്തെ ഒരു ഫെസിലിറ്റി വെച്ചിട്ടൊന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്നാണെങ്കിൽ നമുക്ക് മൊബൈലിൽ ട്രാക്ക് ചെയ്യാം, നമുക്ക് ആരും വേണ്ട, ഇതൊക്കെ അറിയാം. എന്നാലും പല സിറ്റുവേഷൻസും പലർക്കും ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനി ചോദിക്കാൻ പോകുന്നത്, നമ്മൾ ചോദിക്കുക, നമുക്കൊന്ന് അറിയണം ഇത് ഏത് സ്റ്റേഷനാണെന്ന്. അപ്പോൾ ഏത് ചോദിക്കുക? യഹ് കോൺസാ സ്റ്റേഷന്. യഹ് കോൺസാ സ്റ്റേഷന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഒരു ടെൻഡൻസി ആയിരിക്കും, അടുത്ത സ്റ്റേഷനാണോ, ആഗ്രയാണോ, അടുത്ത സ്റ്റേഷൻ ഏതാണ് എന്ന് ചോദിക്കുകയാണ്. അകല സ്റ്റേഷൻ കോൺസാ ഹെ, അകല സ്റ്റേഷൻ കോൺസാ ഹെ, അടുത്ത സ്റ്റേഷൻ ഏതാണ്? അപ്പം ഇങ്ങനെയാണ് കേട്ടോ ചോദിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്ന്. അപ്പം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദില്ലി ടു ആഗ്ര എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ ഡേ യാത്രയൊന്നും ഇല്ലല്ലോ, വളരെ അത്ര ദൂരമുള്ള യാത്രയല്ല.
അപ്പൊ ആ സമയത്ത് നമ്മൾ ജനറൽ കമ്പാർട്ട്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ ചോദിക്കണേ ക്യാ മേ യഹാ ബൈഠ് സക്താ ഹൂം, ചിലപ്പോൾ ആൾക്ക് സീറ്റൊന്നും ഉണ്ടാവില്ല, നമ്മളോട് ചോദിക്കുന്നത് ഇതായിരിക്കും കേട്ടോ, ക്യാ മേ യഹാ ബൈഠ് സക്താ ഹൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാവണേ, ഞാനിവിടെ ഇരുന്നോട്ടെ എന്നാണ് കേട്ടോ, എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുമോ എന്നാൽ വിനയമായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാണ്. അങ്ങനെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇതാണ്, എനിക്കിവിടെ ഇരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനിയൊരു ലോങ് ജേർണി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, പാൻട്രിയിൽ നിന്ന് ആള് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ആള് വരും അല്ലേ. അപ്പൊ നോർമലി നാസ്ത എന്നൊക്കെ പറയും അവര്, എന്താ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ. അതുപോലെ തന്നെ ഖാന ചായേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാന ചായേ എന്ന് ചോദിക്കുന്നത് ഭക്ഷണം വേണോ എന്നാണ്, ഖാന ചായേ. അതല്ലെങ്കിൽ ഇനിയിപ്പോ ഭക്ഷണം ഓർഡർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, അതല്ലെങ്കിൽ വെജ് ബിരിയാണി ഇതൊക്കെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ, അവർ പറയാൻ നമുക്ക് മനസ്സിലാവുന്നതല്ലേ, വേറെ ഒന്നുമില്ല. അപ്പൊ എന്താ നമുക്ക് ഇത്ര ചോദിക്കാനുള്ളൂ, വെജ് മീൽസ് കിത്തനെ, ഇപ്പൊ വെജ് മീലാണ് വേണമെങ്കിൽ വെജ് മീൽസ് കിത്തനേക്കാ ഹേ, അത്രേ ഉള്ളൂ അല്ലേ. എഗ് ദേത്തു ബസ് ഇത്തന, വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതവിടെ ഓർഡർ ചെയ്യും, അവരെഴുതി പോവും, അവരെ ഓൺ ടൈമിൽ കൊണ്ടുത്തരും, ഇത്രേ ഉള്ളൂ. ഇനി എന്താ, നമ്മളിങ്ങനെ ഇരിക്കും. അപ്പൊ അടുത്തൊരാളുള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി സമാധാനത്തിലിരിക്കും. എന്നാലും നമ്മൾ പറയണേ എന്തെന്ന്, ആള് ചിലപ്പോൾ നമ്മളെ മൈൻഡിൽ നിന്ന് വിട്ടുപോയാലോ അല്ലെ, എവിടെയെങ്കിലുമൊക്കെ പോയി ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നൊക്കെ നമ്മളെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വെക്കും, ആഗ്ര എത്തുമ്പോൾ എന്നോടൊന്ന് പറയണം, ആഗ്ര എത്തുമ്പോൾ എന്നോടൊന്ന് പറയണം. എങ്ങനെ പറയാം, ജബ് ആഗ്ര പഹുഞ്ചേ തോ മുझे बताए, ജബ് ആഗ്ര പഹുഞ്ചേ തോ മുझे बताए എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ആഗ്ര എത്തുന്നത് അപ്പോൾ എന്നോട് പറയണം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പോ അദ്ദേഹം പറയാണ് സ്ഥലം എത്തി, അടുത്ത സ്റ്റോപ്പ് ആഗ്രയാണ്. എങ്ങനെയാണ്, അഗല സ്റ്റേഷൻ ആഗ്ര ഹൈ, അഗല സ്റ്റേഷൻ ആഗ്ര ഹൈ. തിരിച്ച് നമ്മൾ എന്താ പറയാ, ധന്യവാദ് അല്ലെ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അവിടെ എത്തി. ഇതാണ് നമ്മൾ എന്താ പറയുന്നത്, ചെറിയ ചെറിയ സെന്റൻസുകൾ, നമുക്കൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കുറച്ച് സെന്റൻസുകൾ കേട്ടോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതൽ സെന്റൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സിറ്റുവേഷൻ, ചെറിയൊരു ക്ലാസ്, നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന കുറെ സെന്റൻസുകളാണ്. ഓക്കെ, അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂടാതെ ഏതെങ്കിലും സെന്റൻസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.